ഹായ് ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡു യു ഹിയർ ദി പീപ്പിൾ സിംഗ് എന്നുള്ള ഒരു സോങ് ആണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ ഈ ഒരു സോങ് എന്ന് പറയുന്നത് അതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തത് ക്ലോഡ് മീഷേൽ ഷൂൺബർഗ് ആണ്. ആൻഡ് ദിസ് സോങ്ങിൻ്റെ ലിറിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഹെർബർട്ട് ക്രെക്സ്മർ. അത് ഒരു മ്യൂസിക്കൽ അഡാപ്റ്റേഷന് വേണ്ടി ചെയ്തതാണ് 1980. അത് വിക്ടർ ഹ്യൂഗോയുടെ തന്നെ നോവലായിട്ടുള്ള ലേ മിസറബിൾസിന് വേണ്ടി എഴുതിയ ഒരു മ്യൂസിക്കൽ അഡാപ്റ്റേഷനാണ്. അത് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിന് വേണ്ടി എഴുതിയ ഒരു മ്യൂസിക്കൽ അഡാപ്റ്റേഷനാണ് ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ് എന്നുള്ളത്. ഈ സോങ് എന്ന് പറയുന്നത് ഈ ലേ മിസറബിളിൽ തന്നെ ക്യാരക്ടറായിട്ടുള്ള ഓൺഷോൾഡ്ര അല്ലെങ്കിൽ എൻജോൾഡ്രാസ്, അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. ഓൺഷോൾഡ്രാസ്, അതായത് അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ENJOLRAS. അത് ആ ഒരു ക്യാരക്ടർ, ആ ഒരു നോവലിലെ ക്യാരക്ടറാണ്. ആ നോവലിലെ ക്യാരക്ടറാണ് ഈ ഒരു പാട്ട് പാടുന്നത്. അയാളും അയാളുടെ ബാൻഡ് ഓഫ് സ്റ്റുഡൻസും കൂടിയാണ് ഒരു കഫേയിലിരുന്നാണ് ആക്ട് 1 ഈ ഒരു പാട്ട് പാടുന്നത്. അപ്പോൾ ഓൺഷോൾഡ്രാസ് ആണ് ഈ ഒരു ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ് എന്നുള്ള ഈ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആക്ടിനകത്ത്. അപ്പോൾ അവരെന്തിനാണ് പാടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരീസിലെ സ്ട്രീറ്റ്സിൽ അവരൊരു റിബല്യൻ നടത്തി ഫ്രഞ്ച് സോൾജേഴ്സിനെതിരെ. സോ ആ ഒരു ബാൻഡ് സംഘം ഇങ്ങനെ ആ ഒരു റിബല്യൻ്റെ ഇടയ്ക്ക് വേണ്ടി പാടിയ പാട്ടാണ് ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ്. അതായത് ഒരു കൈൻഡ് ഓഫ് സ്ലോഗൻ പോലെ ഒരു പാട്ട് അവരങ്ങ് പാടി. അത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ് ഈ ഒരു നോവൽ അൺഫോൾഡ് ചെയ്തിരിക്കുന്നത്. അതായത് 19th സെഞ്ചുറിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് 1832 ഹാപ്പൻ ചെയ്ത പോലെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ബാൻഡ് ഓഫ് യങ് റിബൽസ് അവർ ഫ്രഞ്ച് മൊണാർക്കിയെ ഓവർത്രോ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്ട്രീറ്റ്സിലൂടെ ഈ ഒരു പാട്ട് പാടി നടന്നു. ആ ക്യാരക്ടറിൻ്റെ പേരാണ് എൻജോൾഡ്രാസ് അല്ലെങ്കിൽ ഓൺഷോൾഡ്രാസ്. ഓക്കെ. ആൻഡ് റിബല്യൻ എന്ന് പറയുന്ന ഫ്രഞ്ച് ഗവൺമെന്റ് ബ്രൂട്ടലി അത് സപ്രസ് ചെയ്തു. ഒരുപാട് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ കാഷ്വാലിറ്റീസ് ആയിട്ട് മാറി, ഒരുപാട് പേര് മരണപ്പെട്ടു. അപ്പം വിക്ടർ ഹ്യൂഗോ ഈ ഒരു ഇൻസിഡന്റിനെ ഈ ഒരു നോവലിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ലേ മിസറബിൾസ് എന്നുള്ള നോവലിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. 1862 നോവലാണത്. അപ്പോൾ ആ സോങ്ങിന് വളരെയധികം യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു അക്ലൈം കിട്ടി. അപ്പം ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ് എന്നുള്ള ഈ ഒരു സ്ലോങ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന പോലെ ഏതൊരു റിബല്യനാണെന്നുണ്ടെങ്കിലും, ഫ്രാൻസിലാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ അടുത്തിടെയായിട്ട് ഹോങ്കോങ്ങിലാണെന്നുണ്ടെങ്കിലും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റ് സോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ആ ഒരു സോങ്ങിന്റെ അനാലിസിസ് നോക്കാം. ഹോങ്കോങ്ങിലും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഒക്കെ വേൾഡ് വൈഡ് പ്രൊട്ടസ്റ്റുകൾ നടന്നപ്പോൾ ഈ ഒരു പാട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ പാടിക്കൊണ്ട് നടന്നത് ആ സ്ട്രീറ്റ്സിലെല്ലാം. അതുകൊണ്ട് തന്നെ വളരെ കീ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു പാട്ടിനും. ഈ അതായത് സപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഒരുപാട് വർഷക്കാലം അവരെ സൈലൻസ് ചെയ്തിട്ടിട്ട് അവർ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ പാടുന്ന പാട്ടാണിത്. അപ്പം ലോകത്തിലെ ഏത് അറ്റമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഈ പാട്ട് ഒരു പ്രൊട്ടസ്റ്റ് സോങ് എന്നുള്ള രീതിയിൽ വളരെ ഫേമസ് ആണ്. അത് ആളുകളുടെ ആ ഒരു യൂണിറ്റിയാണ് കാണിക്കുന്നത്. അതായത് ഇൻജസ്റ്റിസിനെതിരെ ആളുകൾ ഒറ്റയ്ക്ക് ഒന്നായിട്ട് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ പാടുന്ന, ആ ഒരു കോണ്ടെക്സ്റ്റിൽ പാടുന്ന ഒരു പാട്ടാണിത്. അവരുടെ പാഷനെയും അവരുടെ സ്ട്രെങ്ത്തിനെയാണ് ഈ ഒരു പാട്ട് കാണിക്കുന്നത്. അതായത് ഒരു ശക്തിക്കും ഈ ഫൈറ്റ് ചെയ്യുന്ന ഇൻജസ്റ്റിസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളുടെ പാഷനെയും സ്ട്രെങ്ത്തിനെയും ഒരിക്കലും എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് കെടുത്താൻ സാധിക്കില്ല. ആ ഒരു തീയെ അതിനുവേണ്ടി പാടുന്ന ഒരു പാട്ടാണ്, കളക്റ്റീവായിട്ടുള്ളൊരു സോങ് ആണ് ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ് എന്ന് പറയുന്നത്. അതൊരു ഫ്രഞ്ച് സോങ് ആണ്. കമ്പോസ് ചെയ്തിരിക്കുന്നതാണ് ക്ലോഡ് മിഷേൽ ഷൂൺബർഗ് എന്ന് പറഞ്ഞൊരാൾ. ആൻഡ് എഴുതിയത് ഹെർബർട്ട് ക്രെക്സ്മർ ആണ്. ഓക്കെ. ലേ മിസറബിൾ എന്നുള്ള നോവലിനെ മ്യൂസിക് സ്റ്റേജ് അഡാപ്റ്റേഷൻ ചെയ്തപ്പോൾ അതിനകത്ത് വന്ന ഒരു പാട്ടാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ആക്ട് 1 പാടുന്ന പാട്ടാണ്. അപ്പോൾ ഇതിനെ പീപ്പിൾസ് സോങ് എന്നാണ് പറയുന്നത്. ഇത് ഒരു ജനറലിൻ്റെ ഫ്യൂണറലിൽ ആ ഒരു സമയത്താണ് ഈ ഒരു ക്യാരക്ടർ ഈ ഒരു പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത്. ആ പാടിക്കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് യങ് മെൻ ആണ്. അവർ വളരെ ആംഗ്രി ആയിട്ട് ഇങ്ങനെ പാടുവാണ്. അതായത് അവർക്ക് അവരുടെ ഇൻജസ്റ്റിസിനെതിരെ ഫൈറ്റ് ചെയ്യാനും അവിടുത്തെ ആ ഒരു ഫ്രഞ്ച് മൊണാർക്കിയുടെ ഡോമിനേഷനെതിരെ ഫൈറ്റ് ചെയ്യാനും വേണ്ടിയുള്ള ആ ഒരു പാട്ടാണിത്. അപ്പോൾ ആളുകൾ അവരുടെ വോയിസ് ഈ സോങ്ങിൻ്റെ രൂപത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്ലേവായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല, അത് റെഫ്യൂസ് ചെയ്തുകൊണ്ട് പാടുന്ന പാട്ടാണ്. ആ ഒരു സിറ്റുവേഷനിലുള്ള അൺഫെയർനെസ് നമുക്ക് ഈ ഒരു പാട്ടിനകത്ത് കാണാൻ സാധിക്കും. മെജോറിറ്റി ഓഫ് ഫ്രഞ്ച് പീപ്പിൾ എന്ന് പറയുന്നത് ഈ മൊണാർക്കിയുടെ കീഴിൽ കിടന്ന് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. സോ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഈ അംബീഷ്യസ് ആയിട്ടുള്ള പവറിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സോങ് ആണിത്. അവരുടെ ആ ഒപ്രസേഴ്സിനെതിരെ ഇവർ നടത്തുന്ന ഒരു കൈൻഡ് ഓഫ് വാർ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റെവല്യൂഷനാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത് തന്നെ. റെവല്യൂഷണറി സോങ് ആണ് ഈ ഒരു പാട്ട്. അപ്പം മൊത്തത്തിൽ ഈക്വാളിറ്റി കൊണ്ടുവരണം എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പാടുന്ന പാട്ടാണ്. ബൗണ്ടറീസ് എല്ലാം ബ്രേക്ക് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയുള്ളൊരു പാട്ട്.
ആൻഡ് ഒരുപാട് പേര് ഈ സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ട് ഫ്രീഡത്തിന് വേണ്ടി. ചിലർ മരിച്ചു പോകും അല്ലേ, റിബല്യൻ എന്നുള്ള ആ ഒരു ഇത് വരുമ്പോൾ ചിലർ മരിച്ചു പോകും. ചിലരെന്ന് പറയുന്നത് എന്താണ്, അപ്പം കുറച്ച് പേർക്കെന്ന് പറയുമ്പോൾ ഈ അങ്ങനെ മരിച്ചു പോകുന്നവർക്ക് അല്ലെങ്കിൽ മരിച്ചു പോയവരുടെ ആ ഒരു പിന്നെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന്, റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന് എന്നൊക്കെ പറയുന്നത് അവർക്ക് വേണ്ടി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പാടുന്നൊരു പാട്ടും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അവരുടെ ആ ഒരു ഹാർട്ട്സ് അല്ല, അവരുടെ ആ ആളുകളുടെ ഹാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് ഈ പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഡ്രം ബീറ്റിനനുസരിച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് പീപ്പിൾ ആർ ആക്ച്വലി പ്രിപ്പയർ ഫോർ ഷെഡിങ് ദെയർ ബ്ലഡ്. അതാണ് ഈ ഒരു പാട്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഡെത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രീഡത്തിന് വേണ്ടി പേ ചെയ്യുന്ന നമ്മളൊരു സ്മോൾ പ്രൈസാണ്. അപ്പോൾ ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരത് അത്രയ്ക്ക് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് കാര്യമായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും അവരതെല്ലാം സഹിക്കാൻ തയ്യാറാണ്, കാരണം അവർക്ക് ഫ്രീഡം വേണം എന്നുള്ളതുകൊണ്ട്. സോ അത് ഒരു നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ ടുമോറോയ്ക്ക് വേണ്ടി ഫ്രീഡം കിട്ടാനുള്ളൊരു സോങ് ആയിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ദ പീപ്പിൾസ് സോങ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ് എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്തും അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്തും ഇതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റിഫ്രെയിൻ എന്ന് പറയാം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ലൈനാണത്. 2 പ്രാവശ്യമാണ് ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ്, പീപ്പിൾ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് റെവല്യൂഷണറീസിനെ അല്ലെങ്കിൽ റിബൽസിനെയാണ്. ആളുകൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഫ്രഞ്ച് മൊണാർക്കിയെ എടുത്ത് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് സ്ട്രീറ്റ്സിലൂടെ നടന്ന് പാടുന്ന പാട്ടാണിത്. അപ്പം ആളുകൾ പാടുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്ത് പാട്ടാണ് പാടുന്നത്, അല്ലെങ്കിൽ ആരാണ് പാടുന്നത്? ആംഗ്രി മെന്നാണ് ഈ ഒരു പാട്ട് പാടുന്നത്. ആരുടെ പാട്ടാണിത്? സ്ലേവ്സ് ആകാൻ തയ്യാറാകാത്ത ആളുകളുടെ പാട്ടാണ് ഇനി അത്. അതുപോലെ തന്നെ ഈ പാട്ടിനൊപ്പം ഈ പാടിക്കൊണ്ട് നടക്കുന്നവരുടെ ഹാർട്ട് ബീറ്റ് ഈ ഒരു ഡ്രംസിനൊപ്പം കേൾക്കുന്നുണ്ട്. ഒരു ബാൻഡ് ഓഫ് ആളുകളാണ് ഇത് പാടിക്കൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യാരക്ടറും അയാളുടെ ബാൻഡ് ഓഫ് പീപ്പിളുമാണ് ഇത് പാടിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ ഡ്രം ബീറ്റിനനുസരിച്ച് ഈ ഒരു പാട്ടിൻ്റെ താളവും ആ ഹാർട്ട് ബീറ്റും എല്ലാം ഒരേപോലെ യൂണിഫൈഡ് ആയിട്ട് ഇങ്ങനെ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് സ്ട്രീറ്റ്സിൽ. അപ്പോൾ ഇവർ പറയുന്നത് നാളെ എന്തിനാണ് ഈ പാട്ട് പാടുന്നത്? ബിക്കോസ് ദർ ഇസ് എ ലൈഫ് ആഫ്റ്റർ ടുമോറോ, അല്ലെങ്കിൽ വെൻ ടുമോറോ കംസ് നമുക്ക് എന്താണ്, ഫ്രീഡം വേണം. ആ ഒരു ഫ്രീഡത്തിന് വേണ്ടിയാണ് നല്ലൊരു നാളേക്ക് അല്ലെങ്കിൽ ഒരു ബെറ്റർ ടുമോറോയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു പാട്ട് പാടുന്നത്. ആൻഡ് ആളുകളുടെ അടുത്ത് ഇവർ ചോദിക്കുവാണ്, ഈ ഒരു ക്രൂസൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു വാറിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുകയില്ലേ, ജോയിൻ ചെയ്യുകയില്ലേ എന്ന് പോയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്പോസർ ചോദിക്കുവാണ്. ആൻഡ് ദെൻ ദി സെയിം പേഴ്സൺ ഇസ് ആസ്കിങ് അല്ലെങ്കിൽ ദ സ്പീക്കർ ഇസ് ആസ്കിങ്, ആരാണ് സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്? ഈ ഒരു ബാരിക്കേഡുകളും തടസ്സങ്ങളും തകർത്തിട്ട് ഞങ്ങളുടെ കൂടെ ആരാണ് ഇനി നിൽക്കാൻ പോകുന്നത് എന്നാണ് ആര് ചോദിക്കുന്നത്? ഈ ഒരു സ്പീക്കർ ചോദിക്കുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന് ഫൈറ്റ് ചെയ്യൂ, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വന്ന് ഫൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നാളെ ഒരു ബെറ്റർ ടുമോറോ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് നാളെ ഒരു ബെറ്റർ വേൾഡ് കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വേൾഡ് നിങ്ങൾക്ക് കാണണ്ടേ എന്ന് സ്പീക്കർ ചോദിക്കുന്നു. ആൻഡ് ഈ ഒരു ഫൈറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീഡത്തിനുള്ള റൈറ്റ് കിട്ടും, സ്വാതന്ത്ര്യം കിട്ടും. ആൻഡ് വീണ്ടും ചോദിക്കുവാണ്, ഓക്കെ സെക്കൻഡ് സ്റ്റാൻസയിലും ഉണ്ട്, ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ്. വീണ്ടും ചോദിക്കുവാണ്, നിങ്ങൾ ആളുകൾ പാടുന്നത് കേൾക്കുന്നില്ലേ? എന്ത് പാട്ടാണ് പാടുന്നത്? ആംഗ്രി മെന്നാണ് പാടുന്നത്. ആൻഡ് ദെൻ ഏത് പാട്ടാണ് പാടുന്നത്? സ്ലേവ്സ് ആകാൻ ഇനി ഇഷ്ടമല്ലാത്തവരുടെ പാട്ടാണ് ഈ പാട്ടെന്ന് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുവാണ്, ഹാർട്ട് ബീറ്റിനനുസരിച്ചാണ് ഈ ഒരു പാട്ടിൻ്റെ താളവും ഈ ഡ്രമ്മിൻ്റെ താളവും ഒരേപോലെ യൂണിഫൈഡ് ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരും ഒരുപോലെ കളക്റ്റീവായിട്ട് ഈക്വലായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുവാണ് ഈ ഒരു എന്തിനു വേണ്ടിയാണ്? ഫ്രീഡത്തിന് വേണ്ടി. ആൻഡ് ദെൻ വീണ്ടും പറയുവാണ്, നാളെ നല്ലൊരു നാളേക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്? ചിലർ മരിക്കും, ചിലർ വീഴും, ചിലർ ജീവിക്കും ഈ ഒരു റിബല്യണിൽ. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചാൻസ് എടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്നൂടെ? അതായത് ഈ ഒരു ചാൻസ് ഉപയോഗിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൂടെ? ഒരുപാട് പേര് മരിക്കുമായിരിക്കും, കൂടെ വരുന്നവരെല്ലാം ചിലപ്പോൾ മരിക്കും, നമ്മളുടെ ഈ ഒരു റിബല്യണിൽ നിന്ന് മരിക്കും, വീഴും. പക്ഷേ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യത്തില്ലേ? ആ ഒരു ചാൻസ് നിങ്ങൾ ചൂസ് ചെയ്യത്തില്ലേ എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ദർ ഇസ് എ പവർഫുൾ ലൈൻ ഇൻ ദിസ് പോവം, ഇൻ ദിസ് സോങ്. ആ പവർഫുൾ ലൈൻ എന്താണെന്ന് വെച്ചാൽ, ദ ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് വിൽ വാട്ടർ ദി മെഡോസ് ഓഫ് ഫ്രാൻസ് എന്നാണ് പറയുന്നത്. ഈ മാർട്ടിയേഴ്സിനെ, നമുക്ക് വേണ്ടി മരിക്കുന്ന രക്തസാക്ഷികളുടെ ബ്ലഡ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ പുൽത്തകിടികളെ നനയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള റിബല്യനാണിത്. വീണ്ടും ചോദിക്കുവാണ്, നിങ്ങൾ കേൾക്കുന്നില്ലേ ഈ ഒരു പാട്ട് പാടുന്നത് ആളുകൾ? ആംഗ്രി മെന്നാണ്, അതായത് ഇനി ഒരിക്കലും ഒട്ടും സഹിക്കാൻ വയ്യാതെ ആളുകൾ അത്രയധികം
ഡിസ്റ്റർബ്ഡ് ആയിട്ടും അനോയിഡ് ആയിട്ടും പാടുവാണ്. അത്രയധികം ആളുകൾ സഹിച്ചു. ഇനി സഹിക്കാൻ പറ്റാതെ ആളുകൾ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. സോ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് സ്ലേവ് ആവാൻ താല്പര്യമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യൂണിഫൈഡ് ആയിട്ട് കളക്റ്റീവായിട്ട് നിന്നിട്ടാണ് നിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. സോ ഞങ്ങളുടെ ഡ്രീം, ഞങ്ങളുടെ ആ ഒരു ഹാർട്ട് ബീറ്റും ഈ ഒരു പാട്ടിൻ്റെ ബീറ്റും ഈ ഒരു ഡ്രംസിൻ്റെ ബീറ്റും ഇതെല്ലാം ഒരേപോലെയാണ്. എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ദർ ഇസ് എ ലൈഫ് ആഫ്റ്റർ ടുമോറോ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിതം തുടങ്ങാനുണ്ട് നല്ലൊരു നാളെ വരുമ്പോൾ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാട്ട് പാടുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്, ഈ ഒരു റൈറ്റർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാട്ടിനകത്ത് ആളുകളുടെ എന്ത് ക്യാരക്ടറാണ് നമുക്ക് മനസ്സിലാവുന്നത്? അവരുടെ ഡിറ്റർമിനേഷനാണ് മനസ്സിലാവുന്നത്. എന്തിനുള്ള ഡിറ്റർമിനേഷനാണ്? നോട്ട് ടു ബിക്കം സ്ലേവ്സ് അഗെയിൻ. ആ ഒരു അടിമയാകാൻ ഇനി വയ്യ, ആ ഒരു ഡിറ്റർമിനേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദെൻ പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെന്തിനെക്കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ പാട്ട്? ലിബേർട്ടി അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡത്തിനെ കുറിച്ചാണ് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഏതാണ് ആ ക്വസ്റ്റ്യൻ? ഡു യു ഹിയർ ദ പീപ്പിൾ സിംഗ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനെ സോങ് ഓഫ് ആംഗ്രി മെൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഒരുപാട് നാളായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്നു, ഇവർ കെഞ്ചുന്നു, കേഴുന്നു, ഇവരാരും കേട്ടില്ല, ഒപ്രസേഴ്സ് ആരും കേട്ടില്ല. സോ നൗ ഇവരെന്ത് ചെയ്തു? ഇവർ തന്നെ ലോ അവരുടെ കയ്യിലങ്ങെടുത്ത് ഇവർ തന്നെ ആ ആളുകളെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഡിറ്റർമൈൻ ചെയ്ത്, അല്ലെങ്കിൽ ഡിറ്റർമിനേഷനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ വളരെയധികം ഡിറ്റർമൈൻഡ് ആയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ ഒരു ഡ്രം ബീറ്റിൻ്റെ സിമ്പൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു വിഗറാണ് അതിനകത്ത് കാണിക്കുന്നത്. അവരുടെ ആ ഒരു റിബൽ ചെയ്യാനുള്ള ആ ഒരു വ്യഗ്രതയാണ് ഈ ഡ്രം ബീറ്റ്സ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ബ്ലഡ് ഷെഡിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ദ ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് വിൽ വാട്ടർ ദി മെഡോസ് ഓഫ് ഫ്രാൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് എവിടെ വെച്ചിട്ടാണ് പാടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എൻജോൾറാസ് അല്ലെങ്കിൽ ഓൺഷോൾറ എന്നുള്ള ക്യാരക്ടർ അയാളുടെ ബാൻഡ് ഓഫ് സ്റ്റുഡൻസും കൂടി ABC കഫേ, പാരീസിലുള്ള കഫേയിൽ വെച്ചിട്ടാണ് ഈ ഒരു പാട്ട് പാടുന്നത്. ഒരു ജനറലിൻ്റെ ഫ്യൂണറലിൻ്റെ അന്ന്, അത് ആക്ട് 1 ഈ ഒരു സോങ് ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ദെൻ ഫ്യൂണറൽ പ്രൊസഷനിൽ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പാട്ട് പാടുന്നത്, ഒരു ജനറലിൻ്റെ. ആൻഡ് ദെൻ ടോൺ ഓഫ് ദ സോങ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം സെൽഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു റിബല്യസ് സോങ് ആണിത്. അതുകൊണ്ടാണ് ഇതിനെ പീപ്പിൾ സോങ് എന്ന് പറയുന്നത്. ഇതിനെ ഫ്രഞ്ച് ലാംഗ്വേജിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സോങ് ആണിത്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ വൈ ഡിഡ് ദ പീപ്പിൾ അല്ലെങ്കിൽ വൈ ഹാവ് ദ പീപ്പിൾ ചൂസൺ മ്യൂസിക്കിന് എന്തുകൊണ്ടാണ് ഒരു കോൾ ഓഫ് ആക്ഷനായിട്ട് എടുത്തിരിക്കുന്നത്? കാരണം അതെന്ന് പറയുന്ന അവരുടെ ആ ഒരു ഒപ്രസീവ് സിസ്റ്റത്തിനെതിരെ ഇവർ ചൂസ് ചെയ്ത ഒരു കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ആണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മ്യൂസിക്കിനെ റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇതാരാണ് എഴുതിയെന്നും ഏത് ഇയറിലാണ് എഴുതിയെന്നും ഒക്കെ ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു, എൻഷോൾഡ്ര അല്ലെങ്കിൽ ഓൺഷോൾഡ്ര എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ട് 1 അയാളുടെ ബാൻഡ് ഓഫ് സ്റ്റുഡൻസും കൂടി പാടുന്ന പാട്ടാണ്. പിന്നെ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണെന്ന് ഞാൻ ഓഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ബാൻഡ് ഓഫ് യങ് ഗ്രൂപ്പും ഫ്രഞ്ച് മൊണാർക്കിയെ, ഫ്രഞ്ച് രാജാവിനെ ഓവർത്രോ ചെയ്യാൻ വേണ്ടി പാടുവാണ്. അയാളുടെ ആ ഒരു ബ്രൂട്ടലായിട്ടുള്ള റൂളിനെതിരെയാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്, ഫ്രഞ്ച് ഗവൺമെൻറ്റിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു റിബല്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫ്രാൻസിൽ ഇതുപോലെ ജൂൺ റിബല്യൻ എന്ന് പറഞ്ഞൊരു 1832 റിബല്യൻ ഹാപ്പൻ ചെയ്തു. അപ്പം ആ ഒരു റിബല്യനിൽ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ ഫ്രഞ്ച് ഗവൺമെൻറ് എന്ത് ചെയ്തു? കൊലപ്പെടുത്തി, ബ്രൂട്ടലായിട്ട് ട്രീറ്റ് ചെയ്തു. അങ്ങനെ ആയിരക്കണക്കിന് കാഷ്വാലിറ്റീസ് ഉണ്ടായി. ആ ഒരു ഇൻസിഡൻറ്റിനെ ഇമ്മോർട്ടലൈസ് ചെയ്യാൻ വേണ്ടിയാണ് വിക്ടർ ഹ്യൂഗോ അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള ലേ മിസറബിൾസിനകത്ത് ഇത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സോങ്. 1862 നോവലാണ് അത്. പിന്നെ ഈ ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് വിൽ വാട്ടർ ദി മെഡോസ് ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്നത് എന്തിനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആ ലിബേർട്ടിയോടുള്ള ആ ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. അതായത് അവർ ബ്ലഡ് ഷെഡ് ചെയ്യാൻ തയ്യാറാണ്, എന്തിൻ്റെ പേരിലാണെങ്കിലും അവർക്ക് ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാണ് അവർ, സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ. അതാണ് അവിടെ കാണിക്കുന്നത്. സോ അതുകൊണ്ട് അവർക്ക് മാർട്ടിയർഡം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം എംബ്രേസ് ചെയ്യാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് യാതൊരുവിധ മടിയുമില്ലെന്നാണ് ഈ ഒരു പാട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ചോദിക്കാം. പിന്നെ ഡെമോക്രസി എങ്ങനെയാണ് ഇതിനകത്തൂടെ വരുന്നതെന്ന് ചോദിക്കാം. ഇത് ഈക്വൽ വേൾഡിന് വേണ്ടിയാണ് അതിനകത്ത് ഇവർ സംസാരിക്കുന്നത്, അല്ലേ? പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിനകത്തുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.